പാർലമെന്റിൽ സുരക്ഷാ വീഴ്ചയുണ്ടായെന്ന് സമ്മതിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സ്പീക്കറുടെ അധീനതയിൽ വരുന്ന വിഷയമാണ്. സമിതി രൂപീകരിച്ച് അന്വേഷണം നടക്കുന്നു. സ്പീക്കർക്ക് ഉടൻ റിപ്പോർട്ട് നൽകുമെന്ന് അമിത്ഷാ പറഞ്ഞു. ദേശീയ ചാനലിന്റെ പരിപാടിക്കിടെയാണ് ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണം. വിവരങ്ങളുമായി വിനീത വേണുണ്ട്. വിനീത, ഇപ്പോൾ പാർലമെന്റിൽ സുരക്ഷാ വീഴ്ചയുണ്ടെന്ന് സമ്മതിക്കുകയാണ് അമിത്ഷാ. കൂടുതൽ ഇത് ഗൗരവമായി കാണുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ. ആര്യ, ഇന്നലെ പാർലമെന്റിൽ സുരക്ഷാ വീഴ്ചയുണ്ടായതിൽ ആദ്യമായാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഭാഗത്തുനിന്നും ഒരു പ്രതികരണം വരുന്നത്. ദേശീയ ചാനലിലെ ഒരു പരിപാടിക്കിടെയാണ് അമിത്ഷാ ഇപ്പോൾ സുരക്ഷാ വീഴ്ച ഉണ്ടായെന്ന കാര്യം സമ്മതിക്കുന്നത്. എന്നാൽ സ്പീക്കറുടെ അധീനതയിൽ വരുന്നതാണ് പാർലമെന്റിലെ സുരക്ഷ. അതുകൊണ്ട് തന്നെ സ്പീക്കർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു സമിതി രൂപീകരിച്ച് അന്വേഷണം നടക്കുകയാണ്. ഇതിലൂടെ റിപ്പോർട്ട് നൽകുമെന്നാണ് അമിത്ഷാ പറയുന്നത്. എന്നാൽ ഈ വിഷയത്തെ പ്രതിപക്ഷം രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നും അമിത്ഷാ കുറ്റപ്പെടുത്തുന്നു. പഴുതടച്ച് സുരക്ഷയൊരുക്കുക എന്നതാണ് ഉത്തരവാദിത്വവും ലക്ഷ്യവും. അതിനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. എല്ലാ തരത്തിലുള്ള സുരക്ഷയും ഉറപ്പാക്കും. എന്നാൽ ഇതിൽ രാഷ്ട്രീയം കളിക്കരുതെന്നും അമിത്ഷാ പറയുന്നു. ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ പ്രസ്താവന നടത്തണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ പ്രതിഷേധം തുടരുന്നതിനിടെയാണ് ഇപ്പോൾ അമിത്ഷാ ഒരു ദേശീയ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. എന്നാൽ ഈ വിഷയത്തിൽ പാർലമെന്റിൽ ഒരു പ്രസ്താവന നടത്തുമോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. പ്രതിഷേധം തുടരാനാണ് പ്രതിപക്ഷത്തിന്റെയും തീരുമാനം. ശരി, പാർലമെന്റിൽ സുരക്ഷാ വീഴ്ചയുണ്ടെന്ന് സമ്മതിക്കുകയാണ്. കൂടുതൽ അന്വേഷണവുമായി മുന്നോട്ട് പോകുമെന്നും അമിത്ഷാ ഒരു ദേശീയ ചാനലിന് നടത്തിയ അഭിമുഖത്തിലാണ് വ്യക്തമാക്കിയത്. വിനീത വേണുവാണ് വിവരങ്ങൾ നൽകിയത്.